നമ്മുടെ ഐഹിക ജീവിതം എന്നത് സന്തോഷകരമാക്കാൻ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശാരീരിക മാനസിക ആരോഗ്യമെന്നത് പണത്തിലൂടെയോ പ്രതാപത്തിലൂടെയോ അധികാരത്തിലൂടെയോ ലഭിക്കുന്ന ഒന്നല്ല. ശാരീരികമായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്ന നിലക്ക് ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യർക്കുണ്ടാകാം. അത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതാണ്. അതൊരു പരീക്ഷണമെന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ വിധി എന്ന നിലക്ക് സ്വീകരിക്കാനുള്ള പ്രാപ്തി വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിലുപരിയായിക്കൊണ്ട് ശാരീരികമായ സ്വസ്ഥതയും സമാധാനവും മനുഷ്യജീവിതത്തിൽ ഓരോ വ്യക്തിയും പരമാവധി തൻ്റെ ശരീരം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ വിധിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ്. എന്നാൽ മാനസികമായ ആരോഗ്യം എന്നത് നമ്മൾ മാത്രം വിചാരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടാകണം, സന്തോഷമുണ്ടാകണം എന്നത് നമ്മൾ മാത്രം വിചാരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കില്ല. മറിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് എന്നത് കുടുംബം എന്ന യൂണിറ്റാണ്. നമുക്ക് മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ, സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും, നമ്മൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും വിചാരിച്ചാലേ ഓരോരുത്തർക്കും മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആ മനസ്സമാധാനത്തിന്റെ അഭാവമാണ് പുതിയ കാലഘട്ടത്തിൽ എത്രയോ കൊലപാതകങ്ങളും എത്രയോ പ്രതിസന്ധികളും എത്രയോ ആത്മഹത്യകളും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം. ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുന്നു. അവിഹിതത്തിലേക്ക് ഭാര്യയോ ഭർത്താവോ പ്രവേശിച്ചതിന് ശേഷം അത് മറച്ചുവെക്കാൻ പരസ്പരമുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു, ആത്മഹത്യകൾ നടക്കുന്നു. അപ്പോൾ അത് പണമില്ലാത്തത് കൊണ്ടോ ജോലിയില്ലാത്തത് കൊണ്ടോ മറ്റു ഭൗതികമായ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല. ജീവിതത്തിലെ മനസ്സമാധാനം കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നതാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതത്തിന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയുള്ള 3 കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൽ സക്കീനത്തുണ്ടാകണം, അതായത് ശാന്തത, സ്വസ്ഥത, സമാധാനമുണ്ടാകണം. രണ്ടാമത്തേത്, ഒരു കുടുംബത്തിൽ മവദ്ദത്തുണ്ടാകണം, ഇഷ്ടമുണ്ടാകണം. മൂന്നാമത്തേത്, ഒരു കുടുംബത്തിൽ റഹ്മത്തുണ്ടാകണം, കാരുണ്യമുണ്ടാകണം. ഈ 3 കാര്യങ്ങൾ ഉൾച്ചേരുമ്പോഴാണ് കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകുക. മവദ്ദത്ത് വേണം, റഹ്മത്ത് വേണം, അതുപോലെ തന്നെ സക്കീനത്ത് വേണം. ഈ മവദ്ദത്തും റഹ്മത്തും സക്കീനത്തും എന്നത് സമ്പത്ത് കൊണ്ടോ നമ്മുടെ അധികാരം കൊണ്ടോ പ്രൗഢി കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി വിവാഹം കഴിക്കുന്നതിന്റെ മുൻപ് ചില നിയമങ്ങൾ പറയുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നത്. ഒന്ന് ലിമാലിഹ, അവളുടെ സമ്പത്തിന് വേണ്ടിയാണ്. ചില ആളുകൾ സമ്പത്ത് ലഭിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ സമ്പത്ത് കൂടി നോക്കി വിവാഹം കഴിക്കും. രണ്ടാമത്തേത് വലി ഹസബിഹ, അവളുടെ വംശം, അവളുടെ പാരമ്പര്യം, അവളുടെ കുടുംബം, അത് നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കും. വലി ജമാലിഹ, അല്ലെങ്കിൽ സൗന്ദര്യം നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കും. വലി ദീനിഹ, മതബോധം നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കും. 4 രൂപത്തിലുള്ള വിവാഹമാണ് നാട്ടിൽ നടക്കാറുള്ളത്.
1400 വർഷം മുൻപ് അതിന്റെ 4 ഇനങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ സമ്പത്ത് നോക്കി വിവാഹം കഴിക്കും. അതായിരിക്കും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട. എന്തായിരിക്കും? സ്വത്തായിരിക്കും. പെണ്ണിന് എത്ര സ്വത്തുണ്ട്, പെണ്ണിന്റെ വാപ്പാക്ക് എത്ര സ്വത്തുണ്ട്, പെണ്ണിന് ജോലിയുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, കുടുംബത്തിന് എത്രയുണ്ട്, ഇത് നോക്കി വിവാഹം കഴിക്കും. മറ്റൊന്ന് കുടുംബം നോക്കി വിവാഹം കഴിക്കും. കുടുംബം എങ്ങനെയാണ്. മറ്റൊന്ന് സൗന്ദര്യം നോക്കി, എന്താണ് ഗ്ലാമർ, ചെക്കൻ എങ്ങനെയുണ്ട് കാണാൻ, പെണ്ണെങ്ങനെയുണ്ട് കാണാൻ. വലി ദീനിക, മതബോധം നോക്കിയും വിവാഹം കഴിക്കും. ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത് യദാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മതബോധമുള്ളവളെ നോക്കി നിങ്ങൾ വിവാഹം കഴിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം ജീവിതത്തിൽ. ലഫറ എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധത്തിൽ വിജയിക്കുന്നതിനൊക്കെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പകർന്നു നൽകേണ്ട ഒരു വിദ്യാഭ്യാസമാണ് ഈ വിദ്യാഭ്യാസം. ഇന്ന് എല്ലാവർക്കും ജോലിയുണ്ട്. പഴയ കാലത്തേതിനേക്കാൾ വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗകര്യമുണ്ട്, ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയാണ് പറയാ. ഒറ്റക്കാലിൽ നിൽക്കണ്ടേ എന്നിട്ട് കല്യാണം മതി എന്നാ പറയാ, ഒക്കെ ഉണ്ട്. പക്ഷെ വിവാഹത്തിലേക്ക് അങ്ങ് കടന്നാൽ പിന്നെ പൊട്ടലും ചീറ്റലുമാണ് ഒരുപാട് കുടുംബങ്ങളിൽ. അധിക വിവാഹങ്ങളും മാസങ്ങൾക്കപ്പുറം നീണ്ടു നിൽക്കുന്നേയില്ല. അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ഒരു 18 വയസ്സ് 19 വയസ്സാകുമ്പോഴേ പെൺകുട്ടികൾക്ക് നൽകേണ്ടതും ഈ ഒരു വിദ്യാഭ്യാസമാണ്. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്. ആൺകുട്ടികൾക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടതും അതാണ്. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്. വിവാഹം കഴിക്കേണ്ടത് മതബോധമുള്ളവളെ വിവാഹം കഴിക്കണം. എങ്കിൽ സക്കീനത്തുണ്ടാകും, മവദ്ദത്തുണ്ടാകും, റഹ്മത്തുണ്ടാകും. അല്ലെങ്കിൽ പണമുണ്ടാകും. ഒരുപക്ഷെ വംശവും കുടുംബവും പാരമ്പര്യം പറയാം. കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാകും, കൊണ്ടുവരുമ്പോ നല്ല ചൊറുക്കുണ്ടാവും കാണാം. പിന്നെ ആ പെരന്റെ ഉള്ളില് കയറിയ ഒരാൾക്കും ഒരു സൗന്ദര്യമോളെ കാണാൻ ഉണ്ടാവില്ല. അങ്ങനെ സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിക്കാനായി ടൈം ഉണ്ടാവില്ല. കാരണം അവളുടെ സ്വഭാവം അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റം, പിന്നെ സൗന്ദര്യമൊക്കെ മങ്ങും. അപ്പൊ അതൊക്കെ ഇല്ലാതാകാം. ഒന്നാമത് പറഞ്ഞ സമ്പത്ത്, അതില്ലാതെയാകാമല്ലോ. ഒരു രോഗം വന്നാൽ മതി, എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് പിന്നെ അയാളുടെ ഫോട്ടോ വെച്ച് പിരിക്കേണ്ടി വരും. അത്രയും സമ്പത്ത് നമ്മളെ കയ്യിലൊക്കെ ഉള്ളൂ. രണ്ടാമത്തേത് ഈ പാരമ്പര്യം എന്നതാണ്, കുടുംബ പാരമ്പര്യം. അതിനെ നമ്മള് ഉണ്ടാക്കണ മാതിരിയാണ് ഈ കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞത്. ഒരാൾ തീരെ പൈസ ഇല്ലാത്ത ഒരാളാന്ന് വിചാരിക്കുക, അയാളെ വാപ്പാന്റെ ജേട്ടൻ വളരെ മോശമായിട്ട് നടന്ന ആളാണ്. അപ്പൊ അയാളെ കുടുംബം എന്താണ്? മോശമാണ്. കാരണം എന്താ? നമുക്ക് പൈസ അല്ല. ഇനി ഒരാൾക്ക് കുറച്ച് പൈസ ഉള്ള ഒരാളാണ്, അയാൾ തന്നെ മോശമായിരുന്നു പണ്ട്. ആര്? ഈ വാപ്പന്നെ. ഷാക്കിപ്പോ കുറെ പൈസ ഉണ്ടായി, അപ്പൊ അയാൾ എന്താണ്? നല്ല കുടുംബമുള്ളവനാണ്. കാരണം പണത്തിന്മേൽ ഇതൊക്കെ മറച്ചു വെക്കാം. അതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ. എന്താണ്? 4 ആളുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ എപ്പോഴും വഴിപിഴച്ചു പോകാം. അപ്പൊ എന്തായി? പോകാം. കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിലേക്കാ കൊണ്ടുണ്ട്. കുട്ടിയുടെ അമ്മ എങ്ങനെ ഉണ്ട്, കുട്ടിന്റെ ബാപ്പ എങ്ങനെ ഉണ്ട്, അതിന്റെ അപ്പുറത്ത് എന്തു ആകാം. അപ്പൊ അത് പരിഗണിക്കാം. കുട്ടിയുടെ മാതാവ് എങ്ങനെയുണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കുട്ടിന്റെ ഉമ്മ എങ്ങനെയുണ്ട്, ആ സ്വഭാവമായിരിക്കും കുട്ടിക്ക് ഉണ്ടാകുക. കുട്ടിന്റെ വാപ്പ എങ്ങനെയുണ്ട്, പരിഗണിക്കാം. അതിനപ്പുറം ഇങ്ങനെ ഇന്ന തറവാട്, ഇന്ന കുടുംബം പോലെ എങ്ങൾക്കറിയോ ഓല അവിടുന്ന് വന്നോലാണെന്നൊക്കെ പറഞ്ഞാണ്ടില്ലേ ഈ ജാഹിലിയത്തിന്റെ ഒരു തരം കുടുംബം നോക്കലുണ്ടല്ലോ, അത് ശരിയല്ല. കാരണം അതൊക്കെ നഷ്ടപ്പെടാൻ, അത് ഈ ഒരു തലമുറയിൽ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിൽ എന്താ, ആ കുടുംബത്തിന്റെ വഴിയിൽ ആരെങ്കിലും ഒക്കെ പറയിപ്പിക്കും. പിന്നെ സൗന്ദര്യം നമ്മൾ സൂചിപ്പിച്ചു, അതും ഇല്ലാതാകാം, പെട്ടെന്നില്ലാതാകാം. അതുകൊണ്ട് നിങ്ങൾ ദീനുള്ളവളെ നിങ്ങൾ വിവാഹം കഴിക്കണം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാകുമെന്നതാണ്. സ്ത്രീയെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അതുപോലെ തന്നെ പുരുഷന്റെ കാര്യത്തിലും പറഞ്ഞു. പുരുഷന്റെ കാര്യത്തിൽ പറഞ്ഞു, ഇദാ അത്താക്കും മൻ തർലൗന ദീനഹു വഖുൽഖഹു. നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നല്ല സൽസ്വഭാവമുള്ള ദീനുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഫസവ്വിജൂഹു, നിങ്ങൾ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇല്ലാ തഫ്അലൂഹു, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അരീർ, നാട്ടിൽ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാല് ദീനുള്ള ചെറുപ്പക്കാർ വരെ വഴിപിഴച്ചു പോകാൻ കാരണമാകുന്നതാണ്. ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാല്ല.
എന്ന് മാത്രമല്ല, കുറച്ച് മതബോധമുള്ള ഒരാളാണ് വിളിച്ചു കുടുംബത്തിലേക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന് തീരും കെട്ടിച്ചു കൊടുക്കണില്ല. കാരണം എന്താ, അത് അയാൾ വിളിച്ച കല്യാണമാണ്. അപ്പൊ എന്തായാലും ആ ചെക്കന് കുറച്ചൊരു ദീനിന്റെ ഡിമാൻഡ് ഒക്കെ ഉള്ള ആളായിരിക്കും, അപ്പൊ കെട്ടിച്ചു കൊടുക്കണ്ടാന്നാ. അപ്പൊ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഇനി നമുക്ക് പ്രേമിക്കാൻ തുടങ്ങാൻ. കാരണം എന്താ, പെണ്ണിട്ടണില്ല. ഓലെ ചിന്ത പോവുക, നമ്മളൊരു പെൺകുട്ടിയെയും പ്രേമിക്കാതെ ആയ കാലം നല്ല രൂപത്തിൽ ജീവിച്ച് 5 വക്ത് നിസ്കരിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിച്ചു, ഒരു പെണ്ണിട്ടല്ല. ആ അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ? ദീനുള്ളവനാണോ, സൽസ്വഭാവമുള്ളവനാണോ, അവന് സമ്പത്തുണ്ടാകാം, അവനൊരു ജോലിയുണ്ടോ ചെയ്യാൻ, എങ്കിൽ അവന് കുറച്ച് കഴിയുമ്പോൾ സമ്പത്തുണ്ടാവും. നമുക്കൊക്കെ എന്നാ സമ്പത്തുണ്ടായത്? നമുക്കൊക്കെ എന്നാ ജോലി ലഭിച്ചത്? നമുക്കൊക്കെ എന്നാ സൗകര്യങ്ങൾ ഉണ്ടായത്? അതുകൊണ്ട് ദീൻ എന്നത് ചെറുപ്പക്കാരന്റെ കാര്യത്തിലും പരിഗണിക്കണം. അതല്ലെങ്കിൽ സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമാകുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ ഉണ്ടായതെന്താ? കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന, ശരി ഇവര് മര്യാദക്ക് ജീവിച്ചോളും. അങ്ങനെ ഉണ്ടോ? 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും പലപ്പോഴും ഒരു ബോയ് ഫ്രണ്ട് ആവശ്യമാണ്. ഇപ്പോ ഒന്നിനുമില്ല. പക്ഷെ 20 വയസ്സായാലും ഈ കുട്ടിക്ക് എന്ത് വേണ്ട? കല്യാണം വേണ്ട. അതാണ് പ്രശ്നം. 18 വയസ്സുള്ള 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം വേണ്ട എന്ന് പറയുന്ന എന്തെങ്കിലും ശാരീരികമായ ദൗർബല്യമാണെങ്കിൽ അങ്ങനെ ജീവിക്കാന്ന് വിചാരിക്കാം. പക്ഷേ കല്യാണം വേണ്ട എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു വിവാഹമല്ലാത്ത പ്രണയം ജീവിതത്തിൽ ഉണ്ടായാലോ അത് അരാജകത്വത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ഇതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് വിവാഹമുണ്ടാക്കി കൊടുക്കുക എന്നത് ഒരു സാമൂഹികമായ ഉത്തരവാദിത്തമാണ്. അതല്ലെങ്കിൽ നാട്ടിൽ വ്യഭിചാരവും പ്രശ്നങ്ങളും വ്യാപകമാകും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സമാധാനമുള്ള കുടുംബമാകണമെങ്കിൽ ദീനുള്ള ചെറുപ്പക്കാരനും ദീനുള്ള പെൺകുട്ടിയുമാകണം. നമ്മൾ ഒരിക്കലും ഇന്നയാളെ മകളാണ് അതുകൊണ്ട് കല്യാണം കഴിക്കാന്ന് ഇപ്പൊ ആരും തീരുമാനിക്കരുത്. അതാരെ കുട്ടിയാ? അയാളെ കുട്ടി. എന്നാ പിന്നെ നമുക്ക് അന്വേഷിക്കൊന്നും വേണ്ട, അന്വേഷിക്കണം. നബി പറഞ്ഞതാണ്, അൻസാരികളിലേക്ക് നിങ്ങൾ പോകൂ, ആ പെണ്ണിനെ നിങ്ങൾ കാണൂ, അവളോട് സംസാരിക്കൂ, എന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി. എനിക്കോളെ കാണുമൊന്നും വേണ്ട, മൂപ്പര മോളല്ലേ, ഞാൻ കെട്ടിക്കോളാ. അയാളുടെ മകനല്ലേ, എന്നാ പിന്നെ അന്വേഷിക്കാൻ തന്നെയല്ല, കെട്ടിച്ചു കൊടുക്കാ പറ്റൂല. അന്വേഷിക്കണം. അത് ഇന്നയാളുടെ മകളായിട്ട് കാര്യമല്ല, ഇന്നയാളുടെ മകനായിട്ട് കാര്യമല്ല. പിന്നെയോ അവനെ കുറിച്ച് അന്വേഷിക്കണം. ആ അന്വേഷണത്തിൽ ദീനിന് പ്രാധാന്യം നൽകണമെന്നാണ്. അങ്ങനെയാവുമ്പോ എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. പൈസ ഉണ്ടാവും, രണ്ടാൾക്കും ജോലി ഉണ്ടാവും, രണ്ടാളും മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എത്രയോ സ്ഥലമുണ്ടാകും. പക്ഷെ ഇവർ ജീവിക്കുമ്പോ ഇവർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകില്ല എന്നതാണ്. അപ്പോ കുടുംബ ജീവിതത്തിൽ സമാധാനം വേണം. അതുകൊണ്ടാണ് വീടിന് മസ്ക് എന്ന് പറയാം. വീട് പോലുള്ള ഒരു കെട്ടിടം വേറുണ്ടായാൽ അത് മബ്ന എന്നാ പറയാ, അല്ലെങ്കിൽ മഹല്ല് എന്നാ പറയാ. വീടിനെന്താ പറയാ? മസ്ക് എന്നാ പറയാ. മസ്ക് എന്ന് പറഞ്ഞാല് സമാധാനത്തിന്റെ ഉറവിടം എന്നതാണ്. അപ്പൊ വിവാഹം കഴിഞ്ഞു, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു, ദീനുള്ള ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ സമാധാനം ഉണ്ടാകും. അങ്ങനെ ഒരു വീട്ടിൽ ഉണ്ടാകേണ്ടത് ഒന്ന് ഹുസ്നുൽ ഖുൽഖാൻ, സൽ സ്വഭാവമാണ്. ആർക്ക്? രണ്ടു കൂട്ടർക്കും നല്ല സ്വഭാവമാണ്. അങ്ങാടിയിൽ നല്ല സ്വഭാവം ഉണ്ടായിട്ട് കാര്യമല്ല. അയാള് അവളെ എപ്പോഴും മർദ്ദിക്കാൻ. ആര്? ഈ ഭർത്താവ് ഭാര്യ എപ്പോഴും അടിക്കാൻ. അപ്പൊ ചർച്ച ചെയ്യാൻ പോയ ആളുകൾ പറയാ, ഓ എത്ര പാവാലെ അങ്ങാടിയില്, ഓൻ ആരെന്തു പറഞ്ഞാലും കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുന്നു പറയുന്നോന് വീട്ടിൽ നിന്ന് ഭാര്യയെ മർദ്ദിക്കുക, വീട്ടിൽ നിന്ന് ഭാര്യയെ ഉപദ്രവിക്കുക, ഭാര്യയുടെ കവിളത്തടിക്കുക, ഭാര്യയെ ചവിട്ടുക, ഭാര്യയെ തെറി വിളിക്കുക, ഭാര്യയുടെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേയറ്റത്തെ അസഭ്യം നടത്തുക. ഓൻ എന്തല്ല? ഓൻ മുസ്ലിം അല്ല. നിസ്കരിച്ചിട്ട് കാര്യമല്ല. ഇല്ല. കാരണം എന്താ? ഒരു കരാറിലൂടെ കൊണ്ടുവന്ന ഒരു പെണ്ണിന് സമാധാനം കൊടുക്കണില്ല. അതോടുകൂടെ കുടുംബജീവിതത്തിൽ മനസ്സമാധാനക്കേട് തുടങ്ങും. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നമ്മുടെ കൂട്ടത്തിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ. വീണ്ടും പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ലി അഹ്ലിഹി, അവന്റെ കുടുംബത്തോട് മാന്യമായി വർത്തിക്കുന്നവനാണ്. 2 പ്രാവശ്യം. നമ്മളിൽ ഏറ്റവും മാന്യനാരാണ്? നമ്മുടെ ഭാര്യയോട് മാന്യനായി വർത്തിക്കുന്നവനാ മാന്യൻ.
അത് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ മാന്യന്മാരാണോ? നമ്മുടെ ഭാര്യനോട് നമ്മൾ നല്ലതിലേക്ക് സംസാരിക്കലുണ്ടോ, പെരുമാറലുണ്ടോ? എങ്കിൽ നമ്മൾ മാന്യനാണ്. എന്നിട്ട് നബി പറയുകയാണ്, വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് മാന്യമായിട്ടാണ് വർത്തിക്കാറുള്ളത്. അപ്പൊ സക്കീനത്തും മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കുന്നതിൽ നമുക്കൊരു കടമയുണ്ട്. പുരുഷന്മാരെന്ന നിലക്ക് നമുക്കൊരു കടമയുണ്ട്. അപ്പൊ അതിന് കുറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കുറെ കാര്യങ്ങൾ. ഒന്ന്, ഭാര്യമാർക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കുക. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കോപം നിയന്ത്രിക്കുക, അത് വിശ്വാസികളുടെ പ്രത്യേകതയായി പറഞ്ഞത്. ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കുക. ആരോട്? കുടുംബത്തിൽ. അപമാനിക്കുന്ന ഭാഷ ഒഴിവാക്കുക. ഭാര്യയെ വീട്ടിൽ നിന്ന് എന്തും വിളിക്കുക. ദേഷ്യം വന്ന ഭാര്യയെ അപമാനിക്കുന്ന ഭാഷ വിളിക്കുക, അങ്ങനെയല്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാന്യനാകണം എന്നാണ് പറഞ്ഞത്. അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫുറുഖു മുഅ്മിനുൻ മുഅ്മിനത്തുൻ, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുൽഖൻ, അവളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമുണ്ടെങ്കിൽ റളിയ മിൻഹാ അൽ ആഖർ, വേറെ കുറെ നല്ല സ്വഭാവങ്ങൾ അവളിൽ ഉണ്ടാകുമെന്നാണ്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരാതികളും കുറ്റപ്പെടുത്തലുകളും വെറുക്കലുകളും നടത്തുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരിയാണോ? അല്ലല്ലോ. നേരം വെളുക്കുമ്പോ ഒരു പക്ഷെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് അവരെഴുന്നേൽക്കും. നമുക്ക് 2 or 3 മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം അവരുണ്ടാക്കി കൊടുക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നമ്മുടെ വസ്ത്രം അവർ അലക്കി തരും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഒരു പക്ഷെ അവർ ഉറങ്ങാൻ എത്തൂല. അപ്പൊ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ നിലയും വിലയും അറിയണമെങ്കിൽ ഒരു ഭാര്യ 3 ദിവസം വീട്ടിലില്ലെങ്കിൽ നമുക്കത് അറിയില്ലേ? പെണ്ണുങ്ങൾ പെരയിലില്ലെങ്കിൽ എന്തൊരു അസ്വസ്ഥത, ഒരു കാര്യം റെഡിയായി നടക്കൂലല്ലോ. ഇല്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഭാര്യയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇഷ്ടമുള്ള എത്രയോ സ്വഭാവങ്ങൾ അവളിൽ ഉണ്ടാകുമെന്നാണ്. അപ്പൊ അത് നമ്മൾ നോക്കണം. എങ്കിൽ നമുക്ക് വീട്ടിൽ സമാധാനം ഉണ്ടാകും, ശാന്തതയുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. സ്ത്രീയോട് പറഞ്ഞു, ഖീല, ചോദിക്കപ്പെട്ടു നബിയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുൻ നിസാഇ ഖൈറുൻ, ആരാണ് ഏറ്റവും നല്ല സ്ത്രീ? നബിയോട് ചോദിക്കാൻ, ആരാണ് ഏറ്റവും നല്ല സ്ത്രീ ആരാണ്? നബി പറഞ്ഞു, ഖാല അല്ലത്തി തസുറുഹു ഇദാ നദറ, നീ അവളെ നോക്കിയാൽ തന്നെ അവൾ നിനക്ക് സന്തോഷം നൽകും. അതാണ് നല്ല സ്ത്രീയുടെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെയൊക്കെ പോണ്ടേ? ഭർത്താവ് നോക്കിയാൽ തന്നെ ഭർത്താവിന് സന്തോഷം നൽകുന്നവളാണ് നല്ല സ്ത്രീ എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുടുംബജീവനം എന്ന് പറഞ്ഞാൽ ഭാര്യയെയും ഭർത്താവിനെയും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂല. എന്തു അപ്ഡേറ്റ് ചെയ്യണം? മൊബൈൽ ഫോണ് അപ്ഡേറ്റ് ചെയ്യണം. ഹാങ് ആയി കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് ചെയ്യണം. ഇതൊന്നും കുടുംബജീവിതത്തിൽ പറ്റൂല. പെണ്ണുങ്ങൾ ഒരു മെഷീൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഭർത്താവിനൊരു മെഷീനിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അപ്ഡേറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെയാണിത്. അപ്പൊ ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കരുണയാണ്. ഈ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള സഹവർത്തിത്വമാണ്. അപ്പൊ ഇങ്ങനെ മടുപ്പില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ഒരു ഭാര്യയെ കുറിച്ച് പറഞ്ഞു, ഭർത്താവ് അവളെ നോക്കിയാൽ തന്നെ ആ ഭർത്താവിന് അവൾ സന്തോഷം നൽകുന്നതാണ്. വീട്ടിലേക്ക് ഭർത്താവ് ഇങ്ങനെ കയറി വരികയാണ്, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ടെൻഷനുകൾ, ഒരുപാട് കടങ്ങൾ. കയറി വരുമ്പോ തന്നെ ഭാര്യ മകനെ കുറിച്ചൊരു പരാതി. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ സന്തോഷമുണ്ടോ? ഇല്ല. രണ്ടാമത് വിഭവങ്ങളെ കുറിച്ചൊരു പരാതി. എന്താപ്പല്ലെങ്കിൽ ഇപ്പൊ ഈ വീട്ടിലുള്ളത്? അയാള് ശരി, അയാൾ അധ്വാനിക്കാൻ കഴിഞ്ഞിട്ടും അധ്വാനിക്കാത്ത ഒരാളാണെങ്കിൽ ശരി, പക്ഷെ ഇയാൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വീട്ടുകൾ വരുമ്പോ തന്നെ എന്താ കഴിക്കാള്, നിങ്ങൾ എന്താ ഇവിടെ കൊണ്ടു വെച്ചിക്കണ്? സന്തോഷായോ? ഇല്ല. അതുകൊണ്ട് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഭർത്താവ് അവളെ നോക്കിയാൽ ആ ഭർത്താവിന് സന്തോഷം നൽകുന്നവളാണ് ഭാര്യ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമതായിക്കൊണ്ട് അമറ, ഒരു സ്ത്രീയോടൊരു കാര്യം പറഞ്ഞാൽ ആ സ്ത്രീ അത് അനുസരിക്കും. അതാണ് രണ്ടാമത്തേത്, അനുസരണ. ഒരു കാര്യം പറഞ്ഞു, അത് അനുസരിക്കും.
ദീനിനെതിരല്ലാത്ത, മതത്തിനെതിരല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അവൾ അത് അനുസരിക്കും. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹ വലാ മാലിഹ ബിമാ യക്റഹു. തന്റെ ശരീരത്തിലും സമ്പത്തിലും ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് അവൾ പ്രവർത്തിക്കുകയില്ല. ഒന്ന് തന്റെ ശരീരത്തിൽ. ഇപ്പൊ ഭർത്താവ് ഭാര്യയോട് പറയാ, ഇസ്ലാമികമായ ഒരു വേഷം, മതം പറഞ്ഞ ഒരു വേഷം ഭർത്താവ് പറയാ, നീ ഇന്ന വേഷം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യ ആ വേഷം ധരിക്കണം. കാരണം അത് മതം പറഞ്ഞ വേഷാണ്. പക്ഷെ ഭാര്യ ധരിക്കൂല. അവിടെ തന്നെ ഓല് തമ്മിൽ എന്തായി? ഇസ്ലാം പറഞ്ഞു, അതിനു പുറമെ ഭർത്താവും പറഞ്ഞു. പിന്നെ ആരെ കാണാൻ അവള് നടക്കണേ? പിന്നെ ആരെ കാണാനാണ് ഈ ഭാര്യ നടക്കുന്നത്? ആരെ കാണിപ്പിക്കാനാണ് ഈ ഭാര്യ നടക്കുന്നത്? അതൊക്കെ എന്റെ ഇഷ്ടല്ലേ, എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും, എന്റെ ഇഷ്ടം പോലെ ഞാൻ വേഷം ധരിക്കും എന്ന് പറഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളായി. ഭർത്താവ് പറയാ, ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല. രണ്ട് കാരണം: ഒന്ന് മതപരമായി ശരിയല്ല, രണ്ടാമത് കുടലിന് ക്യാൻസർ ഉണ്ടാവും. കാരണം പിന്നെ സർക്കാർ വരെ ഇപ്പൊ അത് പറയാൻ തുടങ്ങി, സ്കൂളിലേക്കൊക്കെ അത് കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. ഭാര്യ അനുസരിക്കണ്ടേ? അപ്പോ ഭർത്താവിന്റെ ഇഷ്ടം ഒന്ന് ശരീരം, രണ്ട് സമ്പത്ത്. ഭർത്താവിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് അവളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ ഭർത്താവിന്റെ ഇഷ്ടത്തിന് അവൾ എതിരാകുകയില്ല. അതാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ ആവുമ്പോൾ എന്തുണ്ടാവും? സമാധാനമുണ്ടാകും, ശാന്തതയുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. അതല്ലാതെ രണ്ടുപേരും ജീവിതത്തിൽ അവകാശങ്ങൾ പറയാൻ തുടങ്ങിയാലോ, എനിക്ക് ഇന്ന അവകാശമില്ലേ, അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവകാശമില്ല എന്ന് പറയാൻ തുടങ്ങിയാലോ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാൻ തുടങ്ങും. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ റജുലു ഇംറഅതുഹു ഇലാ ഫിറാശിഹി. ഒരു ഭർത്താവ് ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഫലം തഅതിഹി, ആ ഭാര്യ അതിന് തയ്യാറായില്ല, ഫബാത ഗൾബാന അലൈഹാ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ. ആ ഭാര്യയെ നേരം വെളുക്കുന്നതുവരെ അല്ലാഹുവിന്റെ മാലാഖമാർ ശപിക്കുന്നുള്ളതാണ്. രാത്രിന്റെ ഇടയിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമല്ല. ഭർത്താവിന്റെ ആവശ്യം ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു, പക്ഷെ ഭാര്യ അതിന് സമ്മതിച്ചില്ല. മാലാഖമാരുടെ ശാപം ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ. അതിനൊരു തർക്കമല്ല. ഈ വിധത്തിൽ തന്റെ കണ്ണിനെ താഴ്ത്തി തന്റെ വൈകാരികതകളെ നിയന്ത്രിച്ച് നല്ല മാന്യനായി ഡീസന്റ് ആയി നടക്കണോ, പ്രധാനമാണ് ജീവിതത്തിൽ. ഇത് ഭാര്യയും ഭർത്താവും ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. അപ്പൊ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ ഭാര്യയും ഭർത്താവും ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒരു പുകഴ്ത്തൽ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. നമ്മൾ ഭാര്യയെ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞൊന്ന് പുകഴ്ത്തുക എന്ന് വിചാരിക്കുക. അപ്പൊ ഭാര്യയിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാവും, നമ്മളിലുണ്ടാവും. നമ്മളിൽ നല്ല വസ്ത്രം ധരിച്ചു, അല്ലെങ്കിൽ നല്ലൊരു കാര്യം കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു, അപ്പൊ ഭാര്യ നമ്മളൊന്ന് പുകഴ്ത്തി, അപ്പൊ എന്തുണ്ടാവും? ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്. അത് സ്നേഹത്തിന്റെ ബോണ്ടിങ് ഹോർമോൺ എന്ന് അതിന് പറയാം. എന്ത്? ഈ ബന്ധം നിലനിർത്തുന്ന ഹോർമോണാണത്. ഹോർമോൺ ഉണ്ടാവും. ഡോപ്പമിൻ, നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ എന്നുള്ള ഹോർമോണ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോ പരസ്പരം പുകഴ്ത്തിയും പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടും വൈവാഹിക ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് കുറെ പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ വന്നാൽ നമുക്കറിയല്ലോ, ആമുഖമായി നമ്മൾ സൂചിപ്പിച്ചു, നമ്മുടെ ആരോഗ്യം, അള്ളാഹ് തരുന്ന രോഗങ്ങൾ ഉണ്ടാവും, മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ നമുക്കൊരു സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാകണമെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം വിചാരിക്കണം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാ പറഞ്ഞത്, പെണ്ണ് കെട്ടുന്നതിന്റെ മുമ്പ് നോക്കണം. നമ്മൾ കുറെ ആളുകൾ പെണ്ണ് കെട്ടിയോലേ ഇരിക്കും, പക്ഷെ ഇനി കെട്ടിക്കാനുള്ള മക്കളുണ്ടാവും, കെട്ടിക്കാനുള്ള ചെറുപ്പക്കാരുണ്ടാവും. വിവാഹമൊക്കെ എവിടുന്നും ഇങ്ങനെ ശരിയാകാതെ നിൽക്കുന്നത് ഒരു പരീക്ഷണമാണെന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അപ്പൊ എവിടെങ്കിലും പോയി എവിടെങ്കിലും പഠിച്ച് എന്തെങ്കിലും സ്വഭാവമുള്ള ഏതെങ്കിലും സംസ്കാരമുള്ള ഏതെങ്കിലും വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് നിന്ന് കെട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്. അത് മതത്തിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്.
നമുക്ക് നല്ല ഡീസന്റ് ആയി ജീവിക്കണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മതനിയമങ്ങൾ പാലിച്ച് ജീവിക്കുക എന്നതേ പരിഹാരമുള്ളൂ. ഇതൊക്കെ മതനിയമാണ്. നിസ്കാരവും നോമ്പൊക്കെ പറഞ്ഞ നബിയാണ് എന്ത് പറഞ്ഞത്? പുരുഷനോട് പറഞ്ഞത്, നീ സ്ത്രീയെ വെറുക്കരുത്, നീ സ്ത്രീയെ അടിക്കരുത്, നീ അവളെ ആക്ഷേപിക്കരുത്, അവളെ കുടുംബത്തെ കുറ്റപ്പെടുത്തരുത്, നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കണം, നീ ഉടുത്താൽ അവളെയും ഉടുപ്പിക്കണം എന്നതൊക്കെ പ്രവാചക വചനമാണ്. അതുകൊണ്ട് അതൊരു ഇസ്ലാമാണ് എന്ന നിലക്ക് നാം ഉൾക്കൊള്ളണം. സ്ത്രീയോടും പറഞ്ഞു, ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിന്റെ സമ്പത്ത് സംരക്ഷിക്കണം, നിന്റെ ശരീരം അത് ഭർത്താവിന് മാത്രമുള്ളതാണ്, അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്ത്രീയോടും ഓരോ കാര്യങ്ങളും പറഞ്ഞത്. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ അത് വലൗ അലാ ലഹരി ഖത്തുബിൻ, ഒരു പ്രയാസത്തിന്റെ സമയമാണെങ്കിൽ പോലും അത് നീ അംഗീകരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞെന്തറിയോ? മനോഹരമായി കുടുംബജീവിതം മുന്നോട്ട് പോകാനാണ്. അങ്ങനെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനസ്സമാധാനമുള്ള ഒരു കുടുംബജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നാം സൂചിപ്പിച്ചത്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.